യൂറിക് ആസിഡ് ഉള്ളവർ ഇറച്ചി മീനും ഒഴിവാക്കിയാൽ മതിയോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? ഈ യൂറിക് ആസിഡ് പോകാനായിട്ട് നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇപ്പോൾ വൃക്കരോഗങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ ഗൗട്ട് വന്നു കഴിഞ്ഞാൽ അത് അപകടകാരിയാണോ? ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി കെയർ, QNB ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു യൂറിക് ആസിഡിനെ പറ്റിയാണ്. നമുക്കറിയാമല്ലേ, പൊതുവേ നമ്മളെടുത്ത് എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പം പറയുന്ന കാര്യമാണ് യൂറിക് ആസിഡ് കൂടുതലാണെന്ന്. എന്താണ് ഈ യൂറിക് ആസിഡ്? നമ്മുടെ കോശങ്ങൾ നശിക്കുകയും അതുവഴി പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുവഴി ഉണ്ടാവുന്ന ഒരു മാലിന്യമാണ് സത്യത്തിൽ ഈ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ദിവസവും നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിക്കുന്നുണ്ട്. അതുവഴി പുതിയതുണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് പ്യൂരിൻസ് എന്ന് പറയുന്നത്. ഈ പ്യൂരിൻസ് വിഘടിച്ചിട്ടാണ് സത്യത്തിൽ ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഇത് ഒരു മിതമായ അളവിലാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടും. പൊതുവേ ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് മൂത്രം വഴിയാണ്. എന്നാൽ ചെറിയൊരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്? ഈ മലത്തിൽ കൂടെയും പോകുന്നുണ്ട്. അപ്പം ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടാവുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാം? ഈ ഒരു യൂറിക് ആസിഡ് കൂടാം. അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വഴി, അതായത് കടൽ മീനുകൾ, കടൽ വിഭവങ്ങളായിട്ടുള്ള ചെമ്മീൻ, പിന്നെ ഞണ്ട്, ചിപ്പി, ഇതൊക്കെ വഴി വരാം. അതല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യാം? യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാം കൂടുതലായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ കരൾ പോലത്തെ നമ്മുടെ മാംസങ്ങൾ കഴിക്കുന്നത് വഴി വരാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അമിതവണ്ണമേറ്റോ അതല്ലെങ്കിൽ ഡയൂററ്റിക്സ് പോലെ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴിയോ ജനിതകപരമായിട്ടോ മദ്യപാനം വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്യൂരിൻസ് നമ്മുടെ ശരീരത്തിൽ കൂടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം ഈ പ്യൂരിൻസ് കൂടുന്നത് വഴി യൂറിക് ആസിഡിന് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് കളയുന്നുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഗൗട്ട് ഉണ്ടാവും, നമുക്കറിയാം അല്ലേ? അപ്പം എന്താണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്? ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായിട്ട് നമ്മുടെ കാലിലെ പെരുവിരലിൽ ആ ഒരു സന്ധിയിൽ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടുകയാണ് ചെയ്യുക. എല്ലാവർക്കും എന്ത് ചെയ്യില്ല, ലക്ഷണങ്ങൾ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചിലവരിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കാലിലെ പെരുവിരലിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ചുവപ്പ് നിറം, അതേപോലെ വീക്കം, തടിപ്പ്, അസഹനീയമായ വേദനയൊക്കെ നമുക്ക് ഉണ്ടാകും. ഇത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ഭാഗം നമുക്ക് ചലിപ്പിക്കാൻ പോലും പറ്റില്ല. അതേപോലെ ദീർഘകാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? അസ്വസ്ഥതയുണ്ടാകും. ചിലപ്പോൾ അത് ദിവസങ്ങൾ തൊട്ട് ആഴ്ചകൾ വരെ ആകാം. എന്ന് കരുതി നമുക്കിപ്പം കാലിൽ ആ ഒരു പെരുവിരലിൽ വേദന ഉണ്ടെന്ന് കരുതി അത് ഗൗട്ട് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തെങ്കിലും അണുബാധയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ മറ്റ് സന്ധിവാദങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പെരുവിരലിൽ വേദന ഉണ്ടാവാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ മരുന്നുകളും മറ്റും ഉപയോഗിക്കേണ്ടതുമാണ്. ഇനി എന്തൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് നമ്മൾ പൊതുവേ കേൾക്കുന്നതാണല്ലേ, ഇറച്ചി മീനും ഒഴിവാക്കണം എന്നുള്ളത്. അപ്പം ഈ ഇറച്ചി മീനും എല്ലാ ഇറച്ചികളും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുവന്ന ഇറച്ചികളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പശു ഇറച്ചി, അതായത് നമ്മൾ ബീഫ് എന്ന് പറയും. പിന്നെ മട്ടൺ, ആട്ടിറച്ചി പറയും. പോർക്ക് എന്ന് പറയുമ്പോൾ പന്നിയിറച്ചി. ഇവയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. കാരണം ഇവയിലാണ് ഈ ഒരു പ്യൂരിൻ എന്ന് പറയുന്ന ഘടകം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ ഒരു റെഡ് മീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മുട്ടയും നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കരൾ ഒരു അവയവ മാംസമാണ്. ഇതിൽ എന്തുണ്ട്? ധാരാളം പ്യൂരിൻസ് ഉണ്ട്. അപ്പം ഈ ഒരു പ്യൂരിൻസ് പിന്നീട് എന്ത് ചെയ്യും? യൂറിക് ആസിഡായി മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു കരളിൻ്റെ ഉപയോഗവും നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ മത്സ്യങ്ങളാണ്. എല്ലാ മത്സ്യങ്ങളും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ അയല, മത്തി, നെത്തോലി, ട്യൂണ, ഈ മീനുകളിലൊക്കെ എന്തുണ്ട്? ഇതേപോലെ ധാരാളം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാൽ ചെറിയ അളവിൽ സാൽമൺ, അതേപോലെ തന്നെ നമ്മൾ നെത്തോലി, ആവോലി, മീനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. അതിപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കടൽ വിഭവങ്ങളാണ്. അതായത് ഞണ്ട്, ചെമ്മീൻ, ചിപ്പി വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവയിലും ധാരാളം പ്യൂരിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ചിലവർക്കുള്ളൊരു അടുത്തൊരു സംശയമാണ്, നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂറിക് ആസിഡ് പുറത്തു പോകുമോ എന്നുള്ളത്. അപ്പം പുറത്ത് പോകുന്നത് തന്നെയാണ്. നമ്മൾ ദിവസം എന്ത് ചെയ്യുക? ഒരു 2 തൊട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഈ നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ മൂത്രം എന്ത് ചെയ്യും? നേർത്തതായി പോവുകയും അതുവഴി ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതുമാണ്. എന്ന് കരുതി നമുക്ക് കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടായിട്ട് വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്തായാലും.
അടുത്തായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മദ്യപാനമാണ്, പ്രത്യേകിച്ചും ബിയർ. ഈ ബിയറിൽ എന്തുണ്ട്, ഈസ്റ്റും ധാന്യങ്ങളുമാണ് ഉള്ളത്. ഈ ഈസ്റ്റിലാണ് കൂടുതലായിട്ട് പ്യൂരിൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബിയർ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ പ്യൂരിൻസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. അതുവഴി എന്ത് ചെയ്യും, യൂറിക് ആസിഡിൻ്റെ ഉണ്ടാകുന്നതും കൂടും. സത്യത്തിൽ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടതെന്ന് പറയുന്നത് 3.5 തൊട്ട് 7 mg/dL ആണ്. ഇതിലും കൂടുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, മരുന്ന് കഴിക്കേണ്ടിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ എനർജി ഡ്രിങ്കുകൾ, കോള, അതല്ലെങ്കിൽ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ജ്യൂസുകളൊക്കെ. അപ്പോൾ ഇവയിലൊക്കെ എന്തായാലും ഫ്രക്ടോസാണ് കൂടുതലുള്ളത്. ഈ ഫ്രക്ടോസിൽ സത്യത്തിൽ എന്താണ്, പ്യൂരിൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പ്യൂരിൻ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് അമിതഭാരമാണ്. നമുക്കറിയാലേ, ഈ ഒരു പൊണ്ണത്തടി കാരണം തന്നെ എന്തായിരിക്കും, നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കോശങ്ങൾ ഉണ്ടാകും അല്ലേ. പൊണ്ണത്തടി ഉള്ളവർക്ക് കോശങ്ങൾ കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ കോശങ്ങൾ കൂടുന്നത് വഴി എന്ത് ചെയ്യും, ദിവസവും നമ്മുടെ ഈ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു പ്യൂരിൻസ് കൂടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഈ ഒരു പൊണ്ണത്തടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ വൃക്കകൾ എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡിനെ പുറത്തു പോകുന്നതിനെ ഇത് തടഞ്ഞു വെക്കുക ചെയ്യാം. അപ്പം അതുവഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, പിന്നീട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകും. ഇനി ഈ ഒരു യൂറിക് ആസിഡ് കാരണം നമുക്ക് വൃക്കരോഗം ഉണ്ടാകാം. അതായത് വൃക്കയിൽ സ്റ്റോണൊക്കെ ഉണ്ടാകാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ടായിട്ട് പിന്നീട് മാറുക ചെയ്യാം. ഈ ഒരു ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും, കല്ലുകളായിട്ട് രൂപാന്തരപ്പെടും. ഈ കല്ലുകൾ നമ്മുടെ ഒരു കിഡ്നിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യും, കുടുങ്ങിക്കിടക്കുക ചെയ്യാം. അതുവഴി നമുക്ക് നടുവേദന, അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ രക്തം, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ അസഹനീയമായ വേദന, ഛർദി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാകുന്നതാണ്. അതേപോലെ ചിലർക്കുള്ളൊരു സംശയമാണ് ഈ യൂറിക് ആസിഡ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനെയും അതേപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിനെയും ബാധിക്കുമോ എന്നുള്ളത്. സത്യത്തിൽ ബാധിക്കും. എന്നാൽ യൂറിക് ആസിഡ് മാത്രമല്ല ഈ ഒരു ഹൃദയാരോഗ്യത്തിനെയും അതേപോലെ തന്നെ രക്തസമ്മർദ്ദത്തിനെയും ബാധിക്കുന്നത്. നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർ, എന്തെങ്കിലും വൃക്കരോഗം ഉള്ളവർ, വ്യായാമക്കുറവ് കാരണം അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. ഈ അടുത്ത് നടത്തിയ പഠനങ്ങളടക്കം അത് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാനും അതേപോലെ നല്ലൊരു ജീവിതശൈലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവ ഒരിക്കലും എന്തല്ല, മരുന്നിന് പകരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി നമ്മൾ കാണുന്നത് വരെ നന്ദി.